ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമോ? ദൈവം മനുഷ്യനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ദൈവം എങ്ങനെയാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നത്? നമുക്ക് സംശയമുള്ളൊരു കാര്യമാണ്. വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു നമുക്ക് നോക്കാം. സദൃശ്യവാക്യം 3-ാം അധ്യായം 11-ാം വചനം. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയിൽ മുഷിയമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ദൈവം തൻ്റെ ഇഷ്ടപുത്രനെ എന്ന പോലെ ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു. അപ്പോൾ ശാസന വരുമ്പോൾ നമുക്ക് നല്ലതല്ല. വേദന വരും, അസ്വസ്ഥ വരും, ടെൻഷൻ വരും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത്? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഏകദേശം 18-20 വർഷങ്ങളായി എന്ന് എൻ്റെ വിശ്വാസം. ഞാൻ മസ്കറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വേറെ പല വിഷയങ്ങൾ കൂടെ കടന്നുപോയ സമയത്ത് ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ, എന്നെ ദൈവം സ്നേഹിക്കുന്നെങ്കിൽ എന്തിനാ എന്നെ ഈ കഷ്ടതയിൽ കൂടെ അല്ലെങ്കിൽ ഒത്തിരി വിഷമത്തിൽ കൂടെ കടത്തിവിടുന്ന എന്തിനാ? അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കാനായിട്ടുള്ള സ്വരം ഞാൻ കേട്ടു. ദൈവാത്മാവിൻ്റെ അതിപ്രകാരം പറഞ്ഞ എബ്രായർ 12:5. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കല്ലേ, അവൻ ശാസിക്കുമ്പോൾ മുഷിയമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ജോലി മേഖല വിഷയങ്ങൾ, ശാരീരികമായ വേദനകൾ, വിഷമങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ വിഷയങ്ങൾ, ഇതെല്ലാം പുറത്തല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ശിക്ഷയും ശാസനയും എൻ്റെ ജീവിതത്തിൽ വന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ശിക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വടിയെടുത്തുകൊണ്ട് ദൈവം അടിക്കുക, അല്ല. നമ്മളെ വഴക്ക് പറയാം, വാവുണ്ട്, അല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, അസ്വസ്ഥകളൊക്കെയാണ് ഈ ശിക്ഷകളും ശാസനകളും. അപ്പം ഞാൻ ദൈവത്തോട് വീണ്ടും ചോദിച്ചു, ദൈവമേ, അങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ മകനാണല്ലോ, പിന്നെന്തിനാണ് എന്നെ ഈ കഷ്ടത, വേദന അല്ലെങ്കിൽ ശിക്ഷ, ശാസന എനിക്ക് തരുന്നത്? അപ്പോൾ വീണ്ടും ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദൈവാത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, നീ ആ 12-ാം അധ്യായത്തിൻ്റെ എബ്രായർ 12-ന്റെ 10-ാം വാക്യം വായിക്കാനായിട്ട്. അതിപ്രകാരമാണ്, അവർ ശിക്ഷിച്ചത് കുറച്ചു കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവുമായിരുന്നു. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അതായത് ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ ഈ ഭൂമി ജീവിതം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തുവാൻ, അല്ലെ ദൈവ സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ നമ്മളിലുള്ള അശുദ്ധികൾ ഒന്നും അവിടെ പോകാനായിട്ടുള്ള സാധിക്കുകയില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ വിശുദ്ധനായി തീരണം, വിശുദ്ധിയിലേക്ക് പ്രാപിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നിന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് ദൈവാത്മാവ് എനിക്ക് ആൻസർ തന്നത്. അപ്പോൾ എന്തിനാണ് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നത്, എന്തിനാണ് ദൈവം ശാസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സ്നേഹിക്കുന്നവരേ ഉള്ളൂ, എല്ലാവരെയും ഇല്ല. ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം അവരായിത്തീരണം, വിശുദ്ധി പ്രാപിക്കണം. അവർക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകണം. അതിനുള്ളൊരു പദ്ധതിയാണ് ഈ ദൈവത്തിൻ്റെ ശിക്ഷ. ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വടിയിട്ടടിക്കുകയോ വാവുകൊണ്ട് ശാസിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകളും വേദനകളും കഷ്ടതകളെല്ലാം ഇതെല്ലാം ശിക്ഷയും ശാസനയും. വീണ്ടും നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 19-ാം വാക്യം. അതിപ്രകാരം പറഞ്ഞു, എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവത്തിൻ്റെ അടി വരുന്ന ശിക്ഷ വരുന്നത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ, കഷ്ടനഷ്ടങ്ങളെ ഒക്കെ നമ്മളെ ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ടാണ് ഈ ശിക്ഷകളും ശാസനകളും വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ തീത്തോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരണന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ അടുത്ത ശിക്ഷകൾ, ശാസനകൾ വരുന്നത് ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ, ഇത് രണ്ടും വർജിക്കണം. അതായത് ഭക്തിയുള്ളവരെ മാറണം.
ഈ പ്രപഞ്ചത്തെ അല്ല സ്നേഹിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ വസ്തുവകകൾ, ഈ പ്രപഞ്ചത്തിൻ്റെ പണസമ്പത്തുകൾ, ഈ പ്രപഞ്ചത്തിലെ ജഡിക ആവശ്യങ്ങൾ, അതിനെ അല്ല സ്നേഹിക്കേണ്ടത്, അതിനെ വർജിക്കണം. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ഈ ലോകപ്രകാരം മേന്മ പറയുവാൻ ഒത്തിരിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല, അതിൽ എനിക്ക് ചപ്പും ചവറെന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം ശിക്ഷിക്കുന്നതിൻ്റെ മൂന്നാമത്തെ റീസൺ ഇതാണ്. ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഭക്തിയോടും കൂടി സുബോധത്തോടും കൂടി ഭക്തിയോടും സുബോധത്തോടും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയോടും സുബോധത്തോടും കൂടെ നീതിയോടും കൂടെ ഭക്തി സുബോധം നീതിയോടുകൂടി ജീവിക്കേണ്ടതിന് നമ്മളെ അത് ശിക്ഷിച്ച് ദൈവത്തിൻ്റെ ശിക്ഷകൾ ശാസനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒരു ദൈവം സ്നേഹിക്കുന്ന ഒരു മകനെ മകളെ പൂർണ്ണതയിൽ എത്തുവാനായിട്ട് ചില അടികൾ, കൊട്ടുകൾ, ശിക്ഷകൾ, ശാസനകൾ ദൈവം വരുത്തുന്നുണ്ട്. അവസാനമായി ഞാനിങ്ങനൊരു കഥ വായിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ആടിനെ വളർത്തുന്ന ആട്ടിടയന്മാർ, അതിനകത്ത് മുട്ടനാട്, ആണാട് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇവൻ അനുസരണക്കേട് കാണിക്കും. ഇടയൻ പറഞ്ഞത് അനുസരിക്കുകയില്ല, ഇടയനെ അനുസരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി നടക്കും. അപ്പോൾ ഈ ഇടയന്മാർ ചെയ്യുന്ന പണി, ആ മുട്ടനാടിനെ പിടിച്ചിട്ട് അതിൻ്റെ കയ്യോ കാലോ ഓടിച്ചിട്ട് വലിയ തുണിയിട്ട് ചുറ്റിക്കെട്ടി, മരുന്നൊക്കെ വെച്ച് തുണിയിട്ട് ചുറ്റിക്കെട്ടി ഈ ഇടയൻ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി ഇടയൻ്റെ തോള ഇട്ടുകൊണ്ട് പോവുകയും ഇടയൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയും ഇടയൻ ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ കാലോ അല്ലെ കൈ സൗഖ്യമായി കഴിയുമ്പോൾ ഈ ഇടയനെ വിട്ട് ഈ കുസൃതി കാണിച്ച, അനുസരണക്കേട് കാണിച്ച ഈ ആട് വിട്ടുപോകില്ല. കാരണം ഇടയനെ മനസ്സിലായി, ഇടയൻ്റെ മണം മനസ്സിലായി, ഇടയൻ്റെ സ്നേഹം മനസ്സിലായി, ഇടയൻ കരുതുന്ന ഇടയനാണ്, ഇടയൻ നല്ല രീതിയിൽ എന്നെ കൊണ്ടുപോകുന്ന വ്യക്തിയാണെന്ന് ബോധ്യമായപ്പോൾ ഇടയനെ വിട്ടുമാറാതെ ഈ ആട് ജീവിക്കുന്നതായിട്ട് നാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. ദൈവം നമ്മുടെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം യഹോവ എൻ്റെ ഇടയനാവുന്നു. യോഹന്നാൻ 10:27 പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല ഇടയനാകും. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ വസിപ്പിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുവാൻ, ദൈവമാണ് നിനക്കെല്ലാം, ദൈവമാണ് നിന്നെ സംരക്ഷിക്കുന്നത്, ദൈവമാണ് നിന്നെ കരുതുന്നത്, ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്നുള്ളത് നീ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിലെ ഒന്നിനോടും നമുക്ക് സ്നേഹവും ആഗ്രഹവും അത്യാഗ്രഹങ്ങളും ഒന്നും നമുക്കുണ്ടാകത്തില്ല. പിന്നെ ദൈവം എന്നുള്ള ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ അത് ദൈവം സ്നേഹിക്കുന്നവരെയാണ് ദൈവം അങ്ങനെയൊക്കെ ആ വിധത്തിലാക്കിയെടുത്ത് ദൈവത്തിൻ്റെ നല്ല ആടുകളാക്കി ദൈവം മാറ്റുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും വേദനകളും ശിക്ഷകളും ശാസനകളും ഓർത്ത് ദൈവത്തിന് അകന്നല്ല പോകേണ്ടത്. ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ പദ്ധതിയുണ്ട്. നമ്മളെ ഈ ലോകത്തിൽ ദൈവസ്വരം കേൾക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ഈ ലോക ജീവിതം കഴിയുമ്പോൾ നിത്യതയിൽ നിത്യവാസം ചെയ്യുവാൻ തക്കമാണ് ദൈവം നമ്മൾ ഒരുക്കുന്നതായി. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ശോധനകൾക്കും കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേദനകൾക്കും പ്രയാസങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ ദൈവത്തിനെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ.